നമസ്കാരം. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള നടനാണ് മുന്ന. ജയഭാരതിയുടെ അനന്തരവനായ മുന്ന സൈമൺ എന്ന മുന്ന തമിഴ്നാട്ടിലാണ് ജനിച്ചതും വളർന്നതുമെങ്കിലും തുടക്കം മലയാള സിനിമയിലാണ്. പിന്നീട് തമിഴിനൊപ്പം ഒത്തിരി മലയാള സിനിമകളും ചെയ്തിട്ടുണ്ട്. ഗൗരിശങ്കരം എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് മുന്ന സൈമൺ. ആദ്യ ചിത്രത്തിൽ കാവ്യമാധവനൊപ്പമായിരുന്നു മുന്ന അഭിനയിച്ചത്. ജയഭാരതിയുടെ അനന്തരവൻ കൂടിയാണ് മുന്ന. മലയാള സിനിമയിലൂടെയാണ് അഭിനയ രംഗത്ത് എത്തിയതെങ്കിലും മുന്ന തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നയാളാണ്. ഗൗരിശങ്കരത്തിന് ശേഷം തമിഴ് സിനിമകളിൽ സജീവമായി മുന്ന ഇടയ്ക്ക് ചില മലയാളം സിനിമകളുടെ ഭാഗമായിരുന്നു. ഗൗരിശങ്കരം എന്ന ചിത്രത്തിലൂടെ കാവ്യമാധവൻ, മുന്ന എന്നിവരുടെ സ്ക്രീൻ കെമിസ്ട്രി മികച്ചതായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. നിങ്ങളെ വീണ്ടും ഒന്നിച്ചു കാണാൻ കഴിയുമോ എന്നായിരുന്നു ചോദ്യങ്ങൾ. അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഇരുവരും തുടരുന്നുണ്ട്. ഗൗരിശങ്കരം എന്ന ചിത്രത്തിൽ മുന്നയും കാവ്യമാധവനുമായിരുന്നു പ്രധാന താരങ്ങൾ. നേമം പുഷ്പരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് കഥയൊരുക്കിയത് മാടമ്പ് കുഞ്ഞിക്കുട്ടനായിരുന്നു. ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നുവെങ്കിലും ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. കണ്ണിൽ കണ്ണിൽ, ഉറങ്ങാതെ, തിരിയെരിയുന്നൊരു തുടങ്ങിയ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഗൗരിയും ശങ്കരനും തമ്മിലുള്ള പ്രണയവും അവരുടെ ജീവിതവുമായിരുന്നു ചിത്രം പറഞ്ഞത്. ഗൗരിശങ്കരൻ കൂടാതെ ബനാറസിലും കാവ്യയും നേമം പുഷ്പരാജും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് അന്ന് കാവ്യ പിണങ്ങി മാറി നിന്നിരുന്നു. ലൂസായിരുന്നു ആ വസ്ത്രം. അതിനാലായിരുന്നു കാവ്യ അതിടാൻ വിസമ്മതിച്ചത്. ഇനി അതിടുന്നില്ല എന്ന തീരുമാനത്തിലായിരുന്നു താരം. അത് നല്ലതല്ലേ, എന്താണ് കുഴപ്പമെന്നായിരുന്നു സംവിധായകന്റെ ചോദ്യം. അപ്പോൾ കുഴപ്പമില്ല അല്ലേ എന്ന് പറഞ്ഞ് കാവ്യ അത് ധരിച്ചു. പൊതുവെ അങ്ങനെ കടുംപിടുത്തം കാട്ടാറുള്ള ആളല്ല കാവ്യ എന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു. അതേസമയം കാവ്യയെക്കുറിച്ചുള്ള മുന്നയുടെ പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. കാവ്യമാധവനുമായി ആ സിനിമയിൽ തുടങ്ങിയ സൗഹൃദമാണ് അത് ഇപ്പോഴും നിലനിർത്തുന്നുണ്ടെന്ന് മുന്ന പറഞ്ഞിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിലൂടെ കാവ്യ കടന്നു പോകുമ്പോഴും മികച്ച പിന്തുണയായിരുന്നു മുന്ന നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെയായി കാവ്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കിടാറുണ്ട് അദ്ദേഹം. അമ്മയുടെ ഷോയിലും അല്ലാതെയുള്ള പരിപാടികളിലേക്കെല്ലാം അദ്ദേഹം എത്താറുണ്ട്. താരവുമായുള്ള സൗഹൃദം മുന്ന നിലനിർത്തുന്നുമുണ്ട്. കാവ്യമാധവനെ വീണ്ടും കണ്ടതിൽ സന്തോഷം. മലയാള സിനിമയിലെ എന്റെ ആദ്യ നായിക, എന്നെന്നും സുഹൃത്ത് എന്നായിരുന്നു ഇടയ്ക്ക് കാവ്യയെക്കുറിച്ച് മുന്ന കുറിച്ചത്. ഗൗരിശങ്കരം 2 എന്നും പോസ്റ്റിനൊപ്പം കുറിച്ചിരുന്നു. ഇതോടെയായിരുന്നു ചിത്രത്തിന് രണ്ടാം ഭാഗം വരുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർന്നത്. വീണ്ടും ഇരുവരെയും ഒന്നിച്ചു കണ്ടു, സന്തോഷമായെന്നായിരുന്നു പ്രതികരണങ്ങളെല്ലാം. ഗൗരിശങ്കരം സിനിമയുടെ ലൊക്കേഷനിലെ ചിത്രമായിരുന്നു മുന്ന പങ്കുവച്ചത്. അന്ന് സിനിമാ മാഗസിനുകളിലെല്ലാം ഇവരുടെ ചിത്രങ്ങളായിരുന്നു. സിനിമയെക്കുറിച്ചും ഒന്നിച്ച് അഭിനയിക്കുന്നതിലെ സന്തോഷം പങ്കുവച്ചും ഒക്കെയുള്ള അഭിമുഖങ്ങളും മാഗസീനുകളിൽ അച്ചടിച്ചു വന്നിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു രണ്ടാളും. ചിത്രം പഴയതാണെങ്കിലും കാണാൻ നല്ലതാണ്. എന്തൊരു ക്യൂട്ട്നെസ് ആണ്. ചിത്രത്തിലെ പാട്ടുകൾ പ്രിയപ്പെട്ടതാണ് തുടങ്ങിയ കമന്റുകളായിരുന്നു ചിത്രത്തിന് താഴെയുള്ളത്. തന്നെ നാടൻ ലുക്കിലായിരുന്നു കാവ്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇനി എന്നാണ് നിങ്ങൾ ഒന്നിച്ചൊരു സിനിമ എന്ന് ചോദിച്ചവരും ഉണ്ടായിരുന്നു. മലയാളത്തിലെ പല താരങ്ങളുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നടൻ സോഷ്യൽ മീഡിയയിൽ വളരെ അധികം സജീവമാണ്. തന്റെ സുഹൃത്തുക്കളായ താരങ്ങൾ എന്തൊക്കെ പങ്കുവച്ചാലും അതിന് താഴെ മുന്നയുടെ ലൈക്കോ കമന്റോ എപ്പോഴും കാണും. പ്രത്യേകിച്ചും കാവ്യമാധവൻ കുടുംബജീവിതത്തിലേക്ക് കടന്നതിനു ശേഷം കാവ്യമാധവൻ ഒരുപാട് വിമർശനങ്ങളും കുത്തുവാക്കുകളും നേരിടേണ്ടി വന്നിരുന്നു. അതുവരെ സുഹൃത്തുക്കളായിരുന്നവർ പോലും കാവ്യ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലം കടന്നുപോയി. പക്ഷെ ആ കാലത്തും കാവ്യയ്ക്ക് കുടുംബത്തിനുമൊപ്പം നിന്ന ആളാണ് മുന്ന. അതിനുശേഷം കാവ്യ സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോഴും സകല പിന്തുണയും നൽകിയിട്ടുള്ള മുന്നയുടെ കമന്റുകളും ശ്രദ്ധേയമായിരുന്നു. തന്റെ ആദ്യ നായിക എന്ന ബന്ധം ഇപ്പോഴും കാവ്യയുമായി സൂക്ഷിക്കുന്ന മുന്ന വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാവ്യയെ കണ്ട സന്തോഷമായിരുന്നു പങ്കുവച്ചത്. കാവ്യമാധവനെ വീണ്ടും കണ്ടതിൽ സന്തോഷം. മലയാള സിനിമയിലെ എന്റെ ആദ്യത്തെ നായിക, എന്നെന്നും സുഹൃത്ത് പറഞ്ഞാണ് മുന്ന വീഡിയോ പങ്കുവച്ചത്. 2003 പുറത്തിറങ്ങിയ ഗൗരിശങ്കരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു മുന്നയുടെ അഭിനയ അരങ്ങേറ്റം. കാവ്യ നായികയായി എത്തിയ റൊമാന്റിക് ചിത്രം സംവിധാനം ചെയ്തത് നേമം പുഷ്പരാജ് ആണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു താരജോഡികളെ വീണ്ടും ഒരുമിച്ച് കണ്ട നൊസ്റ്റാൾജിയ അയവിറക്കുകയായിരുന്നു കമന്റ് ബോക്സിൽ ആരാധകർ. ഗൗരിശങ്കരത്തിന് ശേഷം പിന്നീട് മൊഹബത്ത്, ബാങ്കിങ് ഹവേഴ്സ്, കുട്ടിയും കോലും, ടു നോറ വിത്ത് ലവ് തുടങ്ങിയ ഒത്തിരി സിനിമകളിലൂടെ മുന്ന മലയാളത്തിലേക്ക് വീണ്ടും എത്തിയിരുന്നു. മാസങ്ങൾക്ക് മുമ്പായിരുന്നു മീരാനന്ദന്റെ വിവാഹം. മീരാനന്ദന്റെ വിവാഹ റിസപ്ഷനായിരുന്നു ഈ കൂടിക്കാഴ്ച സംഭവിച്ചതും. കാവ്യയുടെ അടുത്ത കൂട്ടുകാരികൾ ഒരാളാണ് മീരാനന്ദൻ. വിവാഹ ചടങ്ങുകളിലും തുടർന്നുള്ള റിസപ്ഷനിലും കാവ്യമാധവൻ സജീവമായി ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് മീര ശ്രീജുവുമൊപ്പമുള്ള തന്റെ പുതിയ ജീവിതം യാത്ര ആരംഭിച്ചുവെങ്കിലും ഇവിടെ വിശേഷങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം കാവ്യമാധവനെ കണ്ട സന്തോഷമാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇരുവരും ഒരുമിച്ചുള്ള റീൽ മുന്ന പങ്കുവച്ചത്. തമിഴിൽ കൂടുതൽ സിനിമകളിൽ വന്നെങ്കിലും വലിയ രീതിയിൽ സ്വീകാര്യത ലഭിച്ചില്ല. എന്നെ നോക്കി പായും തോട്ട എന്ന ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു. 25 വർഷത്തെ അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞ കാവ്യമാധവൻ ഇന്നും മികച്ച കഥാപാത്രങ്ങളെയാണ് മലയാളികൾക്ക് സമ്മാനിച്ചത്. 1-2 തമിഴ് സിനിമയിൽ അഭിനയിച്ചെങ്കിലും മലയാളത്തിൽ തന്നെയായിരുന്നു കാവ്യയുടെ മികച്ച സിനിമകൾ ഉണ്ടായത്. 2016 പിന്നെയും എന്ന അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിന് ശേഷം കാവ്യ പൂർണ്ണമായും അഭിനയത്തിൽ നിന്ന് മാറി നിന്നു. അതേസമയം ബാലതാരമായി സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യമാധവൻ. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. മലയാള സിനിമയിലെ മുഖശ്രീയായാണ് ഇന്നും കാവ്യമാധവൻ അറിയപ്പെടുന്നത്. മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം നോക്കി അതിന്റെ തിരക്കുകളായി മുന്നോട്ട് പോവുകയാണ് നടി. ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി. തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട്. ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലാകുന്നത്.
അതേസമയം മലയാള സിനിമയും കാവ്യമാധവനും ചേർന്നാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങളായി കഴിഞ്ഞു. കൗമാരപ്രായം മുതൽ തന്റെ 30കൾ വരെ കാവ്യ മലയാളത്തിലെ ഗ്രാമീണ പെൺകുടിയുടെ നിരവധി മുഖങ്ങൾ അവതരിപ്പിച്ചു. ഇടയ്ക്ക് മോഡേൺ വേഷങ്ങളും കാവ്യ തേടിയെത്തി. എന്നിരുന്നാലും മെടഞ്ഞിട്ടതോ അഴിഞ്ഞുകിടക്കുന്നതോ ആയ നീളൻ തലമുടിയായിരുന്നു കാവ്യമാധവന്റെ മുഖമുദ്ര. കാവ്യോടെന്ന പോലെ നീളൻ മുടിയെയും സ്നേഹിച്ച ആരാധകർ എത്ര പേർ എന്ന കാര്യത്തിൽ തിട്ടമുണ്ടാവില്ല. ആദ്യമായി നായികയായപ്പോൾ പിൽക്കാലത്ത് ഭർത്താവായി മാറിയ ദിലീപായിരുന്നു നായക സ്ഥാനത്ത്. ലാൽ ജോസ് ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിലാണ് കാവ്യ നായികയാക്കി മാറ്റിയത്. മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ എല്ലാവരും കാവ്യയ്ക്ക് നായകന്മാരായി വെള്ളിത്തിരയിലെത്തി. എന്നാൽ സിനിമാ സെറ്റിലെ കാവ്യ എന്ന നായികയെ കുറിച്ച് പിന്നണി കഥകൾ നിരവധിയാണ്. ബസ് കുത്താൻ വന്നത് മുതൽ സലീംകുമാർ പറഞ്ഞുകൊടുത്ത നമ്പൂതിരി കഥകൾ വരെ സോഷ്യൽ മീഡിയ യുഗത്തിലും വൈറലായിട്ടുണ്ട്. 2 ചിത്രങ്ങൾ കാവ്യമാധവനെ നായികയാക്കിയ സംവിധായകനാണ് നേമം പുഷ്പരാജ്. ഗൗരിശങ്കരൻ, ബനാറസ് തുടങ്ങിയ ചിത്രങ്ങളിലാണ് കാവ്യ അഭിനയിച്ചത്. നടന്മാരായ മുന്ന, വിനീത് എന്നിവരായിരുന്നു കാവ്യയുടെ നായകന്മാർ. ഒരിക്കൽ സെറ്റിൽ കാവ്യയ്ക്കായി തയ്യാറാക്കിയ ഒരു വസ്ത്രത്തെക്കുറിച്ചുണ്ടായ പ്രതികരണത്തെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞ കാര്യങ്ങളും വൈറലാണ്. 2 സിനിമകളും ഒരേ സമയം കൊമേഴ്സ്യലും കലാമൂല്യവുമുള്ള ചിത്രങ്ങളായിരുന്നു. ഇതിൽ ഏത് സിനിമയുടെ കാര്യം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും കാവ്യയുടെ സെറ്റിലെ പ്രതികരണം സംവിധായകനെയും അതിശയിപ്പിച്ചിരുന്നു. ഈ ചിത്രങ്ങളിൽ വേഷമിടുമ്പോൾ കാവ്യ മലയാള സിനിമയിൽ ഒരു 10 പതിറ്റാണ്ടോളം ജോലി ചെയ്ത് അനുഭവ സമ്പത്തിനുടമ കൂടിയായിരുന്നു. കാവ്യയ്ക്ക് ധരിക്കാൻ നൽകിയ വസ്ത്രത്തിന്റെ കാര്യത്തിലാണ് തർക്കമുണ്ടായത്. വേഷം തയ്ച്ചു കൊണ്ടുവന്നതും പലയിടങ്ങളിലും ലൂസായിരുന്നു. അത് കണ്ടതും കാവ്യ പിണങ്ങി. ഇത്രയുമായതും സംവിധായകൻ നേരിട്ട് ഇടപെട്ടു. കാവ്യ ആ വസ്ത്രം ധരിക്കില്ല എന്ന തീരുമാനത്തിലായിരുന്നു. അപ്പോൾ ആ വസ്ത്രം നല്ലതല്ലേ, എന്താണ് കാവ്യ കുഴപ്പം എന്ന് ചോദിക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് കാവ്യ അതും ധരിച്ചു ഷൂട്ടിങ്ങിന് തയ്യാറായി. ഏതെങ്കിലും ഒരു കാര്യത്തിന് കടുംപിടുത്തം പിടിക്കാത്ത പ്രകൃതക്കാരിയാണ് കാവ്യമാധവൻ എന്ന് നേമം പുഷ്പരാജ് ഓർക്കുന്നു. ചെറിയ വേഷമാണെങ്കിൽ പോലും നീരസമില്ലാതെ അഭിനയിച്ചു പോകുന്ന സ്വഭാവക്കാരിയാണ് കാവ്യ എന്ന് സംവിധായകൻ ഓർക്കുന്നു. സംവിധാനത്തെക്കാൾ പ്രശസ്തമാണ് നേമം പുഷ്പരാജിന്റെ കലാസംവിധാന മികവ്. ഇന്ന് കാവ്യമാധവൻ സ്വന്തം വസ്ത്ര ബ്രാൻഡിന്റെ ഉടമ കൂടിയാണ്. കാവ്യയുടെ ലക്ഷ്യ എന്ന ബ്രാൻഡ് ഓൺലൈൻ വിപണിയിലൂടെയാണ് വിറ്റഴിക്കുന്നത്. പലപ്പോഴും കാവ്യ തന്നെ ലക്ഷ്യയുടെ മോഡലായിട്ടുണ്ട്. അടുത്തിടെ മക്കളായി മീനാക്ഷിയും മഹാലക്ഷ്മിയും കാവ്യയുടെ ലക്ഷ്യ വസ്ത്രങ്ങളുമായി മോഡൽ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രത്യേക ഉത്സവ സീസണിലും കാവ്യമാധവൻ പ്രത്യേകം ഡിസൈനുകൾ ഇറക്കാറുമുണ്ട്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.